എല്ലാവർക്കും പെന്തക്കോസ്താ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് പെന്തക്കോസ്താ ദിനമാണ് അല്ലെ. യേശുവിൻ്റെ മരണശേഷം പേടിച്ചിരുന്ന ശിഷ്യന്മാരെ സെഹിയോൻ ശാലയിൽ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ അമ്മ അവർക്ക് ധൈര്യം നൽകി അവരുടെ കൂടെ നിന്ന് വളരെ ശക്തമായി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കും. ആ സമയത്ത് തീനാളത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരിൽ എഴുന്നള്ളി വരികയും അല്ലേ, അവർക്ക് ഭാഷാവരം നൽകുകയും എല്ലാവിധ ശക്തിയും എല്ലാവിധ അനുഗ്രഹങ്ങളും ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തു അല്ലേ. അവർക്ക് ഒത്തിരി ഭാഷകളൊന്നും അറിയത്തില്ലായിരുന്നെങ്കിൽ പോലും അവർ പല ഭാഷകളിൽ ആ അനുഗ്രഹം കിട്ടിയ മുതൽ പല ഭാഷകളിൽ അവർ ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിച്ച്. അപ്പം ഇന്ന് ഞാൻ ഇത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾ ഒത്തിരിയേറെ കുറവുകളുള്ളവരാണ്. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ വീട്ടിൽ ഒത്തിരി പേര്, നമ്മുടെ ഭർത്താക്കന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് നമ്മുടേതായ കുറവുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇന്നേ ദിവസത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് പെന്തക്കോസ്താ ദിവസം, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ശക്തമായി ഇന്ന് പ്രാർത്ഥിക്കണം. കാരണം പരിശുദ്ധാത്മാവ് ഒത്തിരിയേറെ വരദാനങ്ങൾ തരാനായിട്ടുള്ള കൃപയുള്ളതാണ്. അപ്പം പരിശുദ്ധാത്മാവിന് നമ്മുടെ കുറവുകളെ സമർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നമുക്കതിൻ്റെ കുറവുകളുണ്ടാകാം അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ അവർക്ക് ചിലവർക്ക് പഠിക്കാനുള്ള ബുദ്ധിക്കുറവുണ്ടാകാം. അങ്ങനെ പല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടാകാം. എന്ത് കുറവുകളാണെങ്കിൽ തന്നെയും ഇന്നത്തെ ദിവസം അത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ട പെന്തക്കോസ്താ ദിനമാണ്. അതുകൊണ്ട് ഈ ദിവസം എല്ലാവരും കുടുംബത്തെക്കുറിച്ച് ആദ്യമുള്ളവരാണോ, നിങ്ങളുടെ മക്കളെക്കുറിച്ച് ആദ്യമുള്ളവരാണോ, അല്ല നിങ്ങളുടെ തന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നു, എനിക്ക് സങ്കടം വരുന്നു, അങ്ങനെ ഏതവസ്ഥയിലാണെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളായ ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ഭക്തി, ദൈവഭയം എന്നിവ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന ദിവസം ശക്തമായി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരദാനങ്ങളും എല്ലാ കുടുംബങ്ങളിലും ലഭിക്കുന്നതിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹം ലഭിക്കാനായി ആരും മിസ് ചെയ്യരുത്. ഈ വീഡിയോ കാണുക മാത്രമല്ല, ഞാൻ ഈ പറയുന്നത് ഒരു ദൈവിക സന്ദേശം